ലോകത്തിന് മുന്നിൽ കേരളത്തിന്റെ തിലകക്കുറിയായി മാറിയതാണ് കോവളവും വിഴിഞ്ഞവും. മറൈൻ ഭൂപടത്തിൽ രാജ്യത്തെ അടയാളപ്പെടുത്തിയ തീരത്ത് പക്ഷേ കണ്ണു പൊത്തേണ്ട ഒരു കാഴ്ചയുണ്ട്. നാട്ടുകാർ തന്നെ നശിപ്പിക്കുകയാണ് വിഴിഞ്ഞത്തെ കടലിനെ. ഷിഫീദ് റാവുത്തർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കണക്കുവിടാം, ഈ കാഴ്ചയൊന്ന് കാണണം. രാജ്യത്തെ ഏറ്റവും വലിയ തുറമുഖങ്ങളിലൊന്നായ വിഴിഞ്ഞം തുറമുഖത്ത് നിന്നും 300 മീറ്റർ മാത്രമാണ് ഇവിടേക്കുള്ള ദൂരം. വിഴിഞ്ഞം ഹാർബർ റോഡിൽ മൈലാഞ്ചിക്കല്ല് മുതൽ ചെറുമണൽ വരെയുള്ള തീരം. നാട്ടുകാരും വിഴിഞ്ഞം കാണാനെത്തുന്നവരും ഒരുപോലെ സമ്മാനിച്ചതാണ് ഈ ദുരിതം. പ്ലാസ്റ്റിക് മുതൽ ഭക്ഷണ അവശിഷ്ടങ്ങൾ വരെ കടലിലേക്ക് തള്ളുന്നു. കടലിൽ പതിക്കുന്ന മാലിന്യ കൂന. മഴ പെയ്താൽ മാലിന്യം കടലെടുക്കും. ഇക്കാര്യം പുതുമയൊന്നുമല്ല. കോസ്റ്റ് ഗാർഡും സന്നദ്ധ സംഘടനകളും പലതവണ മാലിന്യ കൂമ്പാരം നീക്കിയതാണ്. പക്ഷേ നിരീക്ഷണ സൗകര്യമില്ല. കടലിൽ പതിക്കുന്ന മാലിന്യങ്ങളെക്കുറിച്ച് ആർക്കും ചിന്തയുമില്ല. കോർപ്പറേഷൻ ഭരണാധികാരികൾ അതനുസരിച്ച് അത് കൈകാര്യം ചെയ്യാനുള്ള സ്ഥിരം തൊഴിലാളികൾ അവിടെ ഇവർക്കുണ്ടല്ലോ, ശുചീകരണ തൊഴിലാളികൾ. അവർ അതാത് മേഖലകൾ അങ്ങ് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു പ്രശ്നങ്ങളുമില്ല. ഇതെല്ലാം നല്ല പരിഹരിച്ച് നല്ല രീതിയിൽ വരും. മത്സ്യങ്ങൾ, കടൽ പക്ഷികൾ, കടലുരകങ്ങൾ, സമുദ്ര സസ്തനികൾ, ഇവയ്ക്കൊക്കെ പുറമെ മനുഷ്യന് തന്നെ ഭീഷണിയായിരുന്നിട്ടും അധികാരികൾ തിരിഞ്ഞു നോക്കുന്നതേയില്ല. അങ്ങേയറ്റം മോശമാണ്. മറൈൻ ഭൂപടത്തിൽ വിഴിഞ്ഞം തുറമുഖവും ടൂറിസം ഭൂപടത്തിൽ കോവളവും രാജ്യത്തിന്റെ അഭിമാനമെന്നാണ് വെപ്പ്. പക്ഷേ ആവർത്തിക്കപ്പെടുന്ന ഈ കാഴ്ച ഒഴിവാക്കേണ്ടതായിരുന്നു. ക്യാമറമാൻ രഞ്ജിത്ത് ഫ്രാൻസിസിനൊപ്പം ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.